നമസ്കാരം. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കോളമെത്തിയാണ് 2024 പടിയിറങ്ങുന്നത്. നിഴൽയുദ്ധങ്ങൾ പലതായിരുന്നു. ലക്ഷ്യങ്ങൾ പലതാണെങ്കിലും യുദ്ധത്തിന്റെ ഭാഷ ഒന്നായിരുന്നു. തുടരുന്ന യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, രാഷ്ട്രീയ അട്ടിമറികൾ, ലോകം കാത്തിരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം 2024 കടന്നുപോയി. സ്വാഗതം ലോകം പോയ വർഷത്തിലേക്ക്. സിറിയയിൽ വിമതസേന അധികാരം പിടിച്ചെടുത്തതും പ്രസിഡന്റ് ബാഷർ അൽ അസാദ് രാജ്യം വിട്ടതും മധ്യപൂർവ്വ ദേശത്തെ കൂടുതൽ അസ്ഥിരമാക്കിയ വർഷമായിരുന്നു 2024. അസദിന്റെ വീഴ്ച ഇറാനും റഷ്യയ്ക്കും തിരിച്ചടിയായിരുന്നു. വിമത സൈന്യമായ HDSന് ഇസ്രായേലും അമേരിക്കയും രഹസ്യ പിന്തുണ നൽകുന്നുണ്ടെന്ന് മറ്റൊരു പരസ്യമായ രഹസ്യവും. അമേരിക്ക ഭീകര സംഘടന എന്ന് വിളിച്ച HDSന്റെ ചുമലിലാണ് സിറിയയുടെ ഭാവി. പോയ വർഷത്തിന്റെ കലണ്ടറിൽ ചുവന്ന മഷി രേഖപ്പെടുത്തിയ സിറിയൻ വിമത നീക്കത്തെക്കുറിച്ച്. അശാന്തിയുടെ 13 വർഷങ്ങൾ. ബാസർ അൽ അസാദിന്റെ സിറിയയെ ഇങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇനി നിങ്ങളുടെ ഊഴമാണ് ഡോക്ടർ എന്ന് സിറിയയിലെ ഒരു 14കാരൻ എഴുതിവെച്ച ചുവരെഴുത്തിനെ കൂടി ചേർത്തു വായിച്ചാലേ സിറിയയിലെ വിമത പോരാട്ടം പൂർത്തിയാകും. സിറിയയിലെ ആഭ്യന്തര യുദ്ധം 2011 മുവയ്യ എന്ന ആ 14കാരൻ തിരികൊളുത്തിയതാണ്. അറബ് വസന്തം മധ്യേഷ്യയിൽ അധികാര കസേരകളെ ആകെ ഇളക്കിയപ്പോൾ അടിച്ചമർത്തപ്പെട്ട 10,000-ങ്ങളിൽ ഒരാളായി പിന്നീട് മൂവയ്യയും. പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം സിറിയയിലെ കണ്ണു ഡോക്ടർ ബാഷർ അൽ അസാദിന്റെ ഏകാധിപത്യ ഭരണത്തെ വിമതർ അട്ടിമറിച്ചു. അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിൽ സിറിയ വിമത സൈന്യം പിടിച്ചെടുത്തു. 5 ലക്ഷത്തോളം പേരുടെ രക്തം ചൊരിഞ്ഞ ഭരണം അവസാനിപ്പിച്ച് അസാദ് രാജ്യം വിട്ടു. ആളിപ്പടരുന്ന ഒരു തീക്കാറ്റായാണ് ലോകം അബു മുഹമ്മദ് അൽ ജുലാനിയെ വിശേഷിപ്പിച്ചത്. ബാഷർ അൽ അസാദിനെ താഴെയിറക്കിയ വിമത മുന്നേറ്റത്തിന്റെ സിരാകേന്ദ്രമായ 42കാരൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ഒപ്പം ചേർന്നു 2011 സിറിയയിലെത്തി. അപ്പോഴേക്കും ജുലാനിയുടെ തലയ്ക്ക് US $1 കോടി വിലയിട്ടിരുന്നു. 2016 അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. സംഘടനയായ അൽ നുസ്ര പിരിച്ചുവിട്ടു. ഫത്ഹ അൽ ഷാം അഥവാ സിറിയ കോൺക്വസ്റ്റ് ഫ്രണ്ട് എന്ന പുതിയ സംഘടന. വീണ്ടും സംഘടനയ്ക്ക് പേരുമാറ്റം. ഹയാത്ത് താഹിർ അൽ ഷാം എന്ന പുതിയ പേരിൽ സിറിയൻ വിമോചനത്തിനായുള്ള സംഘടന എന്നർത്ഥം. മധ്യേഷ്യയിലെ മറ്റ് വിമോചന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കയെ എതിർക്കുന്നില്ലെന്നതാണ് ജുലാനിയെ വേറിട്ട് നിർത്തുന്നത്. പടിഞ്ഞാറൻ ആശയങ്ങളെ വിമർശിക്കുന്നതിന് യുദ്ധത്തിന്റെ ഭാഷയല്ലെന്ന് ആവർത്തിക്കുന്ന ജുലാനിയെ പിന്നീട് ലോകം കണ്ടു. ജുലാനിയുടെ കീഴിലുള്ള സിറിയയിലേക്ക് രാജ്യം വിട്ട ജനങ്ങൾ തിരിച്ചെത്തി. കണ്ണില്ലാ ക്രൂരത ചെയ്ത കണ്ണു ഡോക്ടർക്കപ്പുറം വിമതർ നല്ല ഭാവി നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാകാം ആ തിരിച്ചുവരവ്. കേരളത്തെക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള സിറിയ പൈതൃകം കൊണ്ടും ചരിത്രം കൊണ്ടും ഗോലാൻ കുന്നുകളിലെ എണ്ണ നിക്ഷേപം കൊണ്ടും ശക്തരാണ്. ഇറാനും ഹിസ്ബുള്ളയ്ക്കും സഖ്യം ചേരാതെ തടയുക ലക്ഷ്യമിടുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും. ഗോലാൻ കുന്നുകളിലെ എണ്ണ നിക്ഷേപം ഇസ്രായേലിന് പതിറ്റാണ്ടുകളുടെ എണ്ണയിലെ സ്വയം പര്യാപ്തതയാണ് സമ്മാനിക്കുക. അയൽ രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളും സിറിയൻ രാഷ്ട്രീയത്തിൽ പിടിവലികൾ നടത്തിയാൽ സ്ഥിതി സങ്കീർണമാകും. അസ്ഥിരത അയൽ രാജ്യങ്ങളിലേക്കും പടരും. അതൊഴിവാക്കി സിറിയയ്ക്ക് ജനാധിപത്യത്തിന്റെ വിമോചനമാണ് വേണ്ടത്. സിറിയയ്ക്കുള്ള പരിഹാരം സിറിയയ്ക്കുള്ളിൽ തന്നെ വേണം. പുതിയ വർഷത്തിൽ മധ്യേഷ്യയിൽ ശാന്തി പടരണമെങ്കിൽ സിറിയയിൽ സമാധാനം കൈവരണം. ലോകം കൺതുറക്കുന്നത് ശുഭവാർത്തകൾക്ക് കൂടിയാണ്. സംഘർഷങ്ങൾക്ക് നടുവിലായിരുന്ന പശ്ചിമേഷ്യയാണ് പോയ വർഷത്തിന്റെ മുറിപ്പാടുകളിലൊന്ന്. അശാന്തിയുടെ കാറ്റ് വിതയ്ക്കുന്ന വാർത്തകൾ മാത്രം പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തെത്തി. യുദ്ധത്തിന്റെ വക്കോളമെത്തിയ സംഘർഷങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കോളമെത്തി. പുതുവർഷത്തിലേക്ക് ലോകം കടക്കുമ്പോഴും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അസ്ഥിരത ബാക്കിയാവുകയാണ്.
നാളുകളായി തുടരുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ വൻ ശക്തികൾ കൂടിച്ചേർന്നതോടെ കലാപകലുഷിതമായിരുന്നു പശ്ചിമേഷ്യ. നിഴൽ യുദ്ധമായിരുന്നു ഇറാനും ഇസ്രയേലും തുടർന്നിരുന്നത്. എന്നാൽ ഏപ്രിലോടെ സ്ഥിതി മാറി. മറനീക്കി പുറത്തു വന്ന ഇരു ശക്തികളും യുദ്ധക്കൊതിയിൽ തന്നെയായിരുന്നു. ഗാസയിൽ ഹമാസിനെയും ലെബനനിൽ ഹിസ്ബുള്ളയെയും പിന്തുണച്ച ഇറാൻ ഇരു സംഘങ്ങൾക്കും സൈനിക ആയുധ സഹായങ്ങൾ ചെയ്തിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കുന്നത്. അവിടെ നിന്ന് പലസ്തീനിലേക്കും യുദ്ധം വ്യാപിച്ചു. ഇതിനിടെ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ സൈന്യം ശക്തമായ ആക്രമണവുമായി മുന്നേറി. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം വധിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഗാസയിലും ലെബനനിലും കൊല്ലപ്പെട്ടു. നിരവധി പേർ അനാഥരായി. വീടുകൾ നഷ്ടപ്പെട്ട് തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഈ സംഘർഷ മേഖലയിലേക്കാണ് ഇറാന്റെ വരവ്. ഇറാൻ എല്ലാ കാലവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശത്രുപക്ഷത്ത് ആദ്യ നിരയിലുള്ളതാണ്. ഇറാൻ ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇസ്രയേൽ ബന്ധമുള്ള കപ്പൽ പിടിച്ചെടുത്ത ഇറാൻ ഇസ്രയേലിലേക്ക് ആളില്ലാ വിമാനങ്ങൾ അയച്ചു. പക്ഷേ ലക്ഷ്യത്തിലെത്തും മുന്നേ അവ ഇസ്രയേൽ തകർത്തു. ഇസ്രയേലിന്റെ ഗാസ അധിനിവേശത്തിന് പിന്നാലെ വഷളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാക്കിയ നാളുകളായിരുന്നു പിന്നീടങ്ങോട്ട്. ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള, ഇറാനി സൈനിക കമാൻഡർ അബ്ബാസ് നിൽഫറോസൻ എന്നിവരുടെ വധവും ഇറാന് വൻ തിരിച്ചടിയായി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനിയെ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റി. ഇറാൻ സർവ്വസന്നാഹമൊരുക്കി ആസന്നമായ ഒരു യുദ്ധത്തിലേക്ക്. ഇണങ്ങിയും പിണങ്ങിയും തുടരുന്ന ബന്ധമായിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിൽ. ഭരണമാറ്റങ്ങൾക്കൊപ്പം സഖ്യങ്ങളും മാറിമറിഞ്ഞു. ഒടുവിൽ സന്ധിയില്ലാത്ത യുദ്ധത്തിലേക്ക്. ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലെബനനിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി. ഇസ്രയേലിന്റെ ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്ത് ഇറാൻ മറുപടി നൽകി. 6 മാസത്തിലേറെയായി ഇസ്രയേലും ഗാസയിലെ ഹമാസും തമ്മിലുള്ള യുദ്ധം ഇറാനിലേക്ക് വഴിമാറിയതോടെയാണ് സ്ഥിതി കൂടുതൽ വഷളായത്. 1991 ഗൾഫ് യുദ്ധത്തിനു ശേഷം ഇതാദ്യമായാണ് സായുധ സംഘടനകളല്ലാതെ ഒരു രാജ്യം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത്. വർഷങ്ങളായി ആണവായുധം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ. ഇതാണ് ഇസ്രായേലിനെ ഏറെ പ്രകോപിതരാക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചയുടൻ ഇസ്രായേലിന് സൈനിക ആയുധ സഹായങ്ങൾ ജോ ബൈഡൻ നൽകി. ഇന്ത്യയും ഇസ്രായേലിനൊപ്പം ചേർന്നു. ഇസ്രായേൽ അധിനിവേശത്തിനും കൂട്ടക്കൊലകൾക്കുമെതിരെ മൗനം പൂണ്ടു. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ മരിച്ചു വീണത് 45,000-ലധികം മനുഷ്യരാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഓരോ മണിക്കൂറിലും ഒരു കുഞ്ഞു മരിച്ചു വീഴുന്നുണ്ട് ഗാസയിൽ. കൂട്ടക്കുരുതിയിൽ ലോകം മൗനം പൂണ്ടു. വെടിയൊച്ചകൾ നിലയ്ക്കാത്ത ഗാസ മുനമ്പിൽ നിന്നും സംഘർഷം ഇറാൻ ഇസ്രായേൽ എന്ന നിലയിലേക്ക് വ്യാപിച്ചു. 2024 പടിയിറങ്ങുമ്പോഴും പശ്ചിമേഷ്യയിൽ വെടിയൊച്ചകൾ നിലച്ചിട്ടില്ല. വെടിനിർത്തൽ കരാറുകളൊന്നും സാധ്യമായിട്ടുമില്ല. അശാന്തമായ രാപ്പകലുകൾ ബാക്കിയാക്കി സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. ആസന്നമായൊരു യുദ്ധമുനമ്പിലേക്ക് ലോകത്തെ തള്ളിവിട്ട് തന്നെയാണ് 2024 കടന്നുപോകുന്നത്. യുദ്ധത്തേക്കാൾ ഭയാനകം ലോകരാജ്യങ്ങളുടെ മൗനമാണ്. പക അതാത് കാലത്ത് കെട്ടടങ്ങാത്ത കാലത്തോളം യുദ്ധമുഖങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 2024 ലോകം അടയാളപ്പെടുത്തുക യുദ്ധങ്ങളുടെ വർഷം എന്ന് പറഞ്ഞാകും. യുദ്ധമുഖത്ത് 1000 ദിവസം പിന്നിട്ടിരിക്കുകയാണ് യുക്രൈനും റഷ്യയും. ലോകരാജ്യങ്ങൾ കുറ്റകരമായ മൗനം തുടരുകയാണ്. റഷ്യയിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്ളാഡിമിർ പുടിൻ ആദ്യം പറഞ്ഞതും യുക്രൈനോട് സന്ധിയില്ലെന്നാണ്. 1000 ദിനങ്ങൾ യുദ്ധമുഖത്ത് പിന്നിട്ട യുക്രൈൻ്റേതു കൂടിയാണ് 2024. ലോകം 2025 കടക്കുമ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം പരിഹാരമില്ലാതെ തുടരുകയാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ 1000 ദിനങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ സൈനിക സഹായങ്ങൾ നൽകി
ഇരുവിഭാഗത്തെയും ലോകരാജ്യങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ 2022 ഫെബ്രുവരി 24 ആരംഭിച്ച യുദ്ധം തുടരുകയാണ്. 2024 ഓഗസ്റ്റ് വരെ 11,743 പേർ കൊല്ലപ്പെട്ടു. 589 കുട്ടികൾ മരിച്ചു. പലായനങ്ങളും ആഭ്യന്തര കുടിയിറക്കങ്ങളുമാണ് യുദ്ധബാക്കി. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഏറ്റവും വിനാശകരമായ യുദ്ധത്തിന് 2025 എത്തുമ്പോഴും യൂറോപ്പ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക അതാത് കാലത്ത് കെട്ടടങ്ങണമെന്ന് പറയും പോലെ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് പുതിയ തലമുറയുടെയെങ്കിലും ആവശ്യമാണ്. യുദ്ധക്കൊതിക്ക് പൂർണ്ണ വിരാമമാകട്ടെയെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയത് പോയ വർഷത്തെ പ്രധാന രാഷ്ട്രീയ മാറ്റങ്ങളിലൊന്നായിരുന്നു. 270 ഇലക്ട്രൽ വോട്ടുകളെന്ന മാജിക് നമ്പർ കടന്ന് ഡൊണാൾഡ് ട്രംപ് 4 വർഷം മുൻപേയുള്ള തോൽവിയുടെ കണക്ക് തീർത്തു. ട്രംപ് പഴയ ട്രംപ് അല്ല എന്നതിനൊപ്പമാകും 2024 പടിയിറങ്ങുന്നത്. അമേരിക്കൻ രാഷ്ട്രീയ മാറ്റങ്ങൾ ലോകഗതിയെ നിർണ്ണയിക്കുക എങ്ങനെയെന്ന് കാത്തിരുന്നു കാണണം. ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് വിലയിരുത്തപ്പെട്ട 7 സംസ്ഥാനങ്ങളിൽ ഒന്നുപോലും വിട്ടുകൊടുക്കാതെയായിരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന്റെ തേരോട്ടം. 2016-20 കാലഘട്ടത്തിൽ പ്രസിഡന്റായ ട്രംപ് 78ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തി. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അട്ടിമറി ഉൾപ്പെടെയുള്ള കേസുകളിലായി 2 തവണ കുറ്റവിചാരണയും സാമ്പത്തിക തിരിമറി കേസുകളിലെ പ്രതികൂല വിധികളും നേരിട്ടാണ് ട്രംപിന്റെ തിരിച്ചുവരവ്. ട്രംപിനെ ലക്ഷ്യം വെച്ചുള്ള 2 വധശ്രമങ്ങൾക്ക് ശേഷമുള്ള വിജയവും പ്രാധാന്യം അർഹിക്കുന്നു. ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസിന് വ്യക്തമായ ആധിപത്യം പോലും സ്ഥാപിക്കാനാകാതെയാണ് US തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. അമേരിക്ക ആദ്യം എന്ന നയം തുടരുന്ന ട്രംപ് ഇറക്കുമതി തീരുവയിലായിരിക്കും ആദ്യം കൈവയ്ക്കുക. US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചും തീരുവ ചുമത്തും. ട്രംപിന്റെ ലക്ഷ്യം ചൈനയാണെങ്കിലും ഇന്ത്യക്കും ഒരു പരിധിവരെ ഇത് ബാധകമാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തെ ട്രംപിന്റെ ഭരണകാലം എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കുടിയേറ്റ വിരുദ്ധ നയങ്ങളും വ്യാപാര തടസ്സങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സങ്കീർണമാക്കുന്നതിന് സാധ്യതയുണ്ട്. ട്രംപ് നൽകിയ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയാൽ ഇന്ത്യ US ബന്ധം താറുമാറാകും എന്ന സാധ്യത തള്ളാനാകില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധം ഒരു പരിധിവരെ ഡൽഹിയെ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷ. ചൈനയുടെ സ്വാധീനം വളരുന്നത് ഇല്ലാതാക്കാൻ ഇന്ത്യയെ കൂടെ കൂട്ടാൻ ട്രംപ് നിർബന്ധിതനായേക്കും. ട്രംപിന്റെ ഭരണമാറ്റവും നിലപാടുകളും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. 2024 ഡൊണാൾഡ് ട്രംപിന്റേതായിരുന്നു. അഴിമതി ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് അട്ടിമറിയും കുറ്റവിചാരണകളും വധശ്രമവും നേരിട്ടാണ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് US ശതകോടീശ്വരനും ടെസ്ല സ്ഥാപകനുമായ ഇലോൺ മസ്കിന്റേത് കൂടിയാണെന്ന് ലോകം പറയുന്നത്. US ട്രംപിന്റെ തിരിച്ചുവരവിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇലോൺ മസ്കിന്റെ പേരും. US തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ട്രംപ് മാത്രമല്ല, ഇലോൺ മസ്ക് കൂടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ട്രംപിന് വെടിയേറ്റതും വെടിയേറ്റ ട്രംപിന്റെ ചിത്രം ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ചതും എല്ലാം പോയ വർഷത്തെ പ്രധാന സംഭവങ്ങളാണ്. ട്രംപിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച മസ്ക് ഡോളറുകൾ ഒഴുക്കിയാണ് ട്രംപിനെ വിജയിപ്പിച്ചത്. എല്ലാ അർത്ഥത്തിലും ട്രംപിന്റെ രണ്ടാം വരവിൽ മസ്കിനെ പരാമർശിക്കാതിരിക്കാൻ ആകില്ല. US-ൽ രണ്ടാം ട്രംപ് സർക്കാർ പ്ലൂട്ടോക്രസിയാകുമോ എന്നുപോലും സംശയിക്കുന്നവരുണ്ട്. പ്ലൂട്ടോക്രസി എന്നാൽ സമ്പന്നർ ഭരണത്തിൽ ആധിപത്യം നേടുന്ന അവസ്ഥ. മസ്ക് ട്വിറ്റർ വാങ്ങിയതിലും കുറഞ്ഞ തുകയ്ക്ക് ട്രംപിനെ വിലക്കെടുത്തെന്ന ആരോപണവും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രസംഗത്തിലെല്ലാം വാനോളം ഇലോൺ മസ്കിനെ പുകഴ്ത്തുന്ന ട്രംപിനെയാണ് കാണാൻ കഴിഞ്ഞത്. ട്രംപ് ഗവൺമെന്റിൽ ഇലോൺ മസ്കിന് സുപ്രധാന ചുമതല നൽകിയിരിക്കുകയാണ് ട്രംപ്. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല മസ്കിനാണ്. US-ൽ ഇലോൺ മസ്കിന്റെ പ്ലൂട്ടോക്രസി ഉണ്ടായാലും ഇല്ലെങ്കിലും US-ന്റെ ഇനിയുള്ള 4 വർഷക്കാലം ഇലോൺ മസ്ക് നിർണായക സ്ഥാനത്തിരിക്കും എന്നത് വാസ്തവമാണ്. 73 രാജ്യങ്ങളിലാണ് 2024 തെരഞ്ഞെടുപ്പ് നടന്നത്. ലോകത്തെ മാറ്റിമറിക്കുന്നവ മുതൽ അപ്രസക്തമായവ വരെ. ലോകഗതി മാറ്റുന്ന US തെരഞ്ഞെടുപ്പ് മുതൽ ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ അസ്ഥിരത വരെ 2024 കടന്നുപോയി. തീവ്ര വലതുപക്ഷം മുന്നേറ്റം നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഫ്രാൻസിലേത്. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷവും
സെന്ററിസ്റ്റുകളും ഒരുമിച്ചപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ വീണ്ടും പ്രസിഡന്റായി. എന്നാൽ 3 മാസങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെ പ്രധാനമന്ത്രിയായിരുന്ന മൈക്കൽ ബാർണിയർ പുറത്തായി. പകരം ഡെമോക്രാറ്റിക് മൂവ്മെന്റിന്റെ അധ്യക്ഷൻ ഫ്രാൻസ ബൈറോവിനെ തെരഞ്ഞെടുത്തു. മെക്സിക്കോയിൽ ക്ലോഡിയ ഷെയ്ൻബൂം ആദ്യ വനിതാ പ്രസിഡന്റായി. മെക്സിക്കോയിലെ ആദ്യ ജൂതവംശീയായ പ്രസിഡന്റും ഇവരാണ്. 30 സ്ഥാനാർത്ഥികൾ കൊല്ലപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു മെക്സിക്കോയിലേത്. 58.3% വോട്ടുകൾ നേടിയാണ് മെറേന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ക്ലോഡിയ ഷെയ്ൻബൂം തിരഞ്ഞെടുക്കപ്പെട്ടത്. മാച്ചു സംസ്കാരത്തിന് പേരുകേട്ട രാജ്യവും ലോകത്തിലെ 2ാമത്തെ വലിയ റോമൻ കത്തോലിക്ക ജനസംഖ്യയുടെ ആസ്ഥാനവുമാണ് മെക്സിക്കോ. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റെയ്സി മരിച്ചതിനെ തുടർന്ന് ഇറാനിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നു. ജൂൺ 28-ന് നടന്ന വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയത്തിനാവശ്യമായ 50% വോട്ട് കിട്ടിയില്ല. തുടർന്ന് വീണ്ടും വോട്ടെടുപ്പ് നടത്തുകയും മിതവാദിയായ പാർലമെന്റ് അംഗം മസൂദ് പെസസ്കിയാൻ 1.6 കോടി വോട്ടുകൾ നേടി ഇറാന്റെ 9ാമത്തെ പ്രസിഡന്റായി. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിനും അദ്ദേഹത്തിന്റെ പാർട്ടി തെഹ്രീക്കെ ഇൻസാഫിന്റെ വിലക്കും പാകിസ്ഥാന്റെ പ്രധാന സംഭവ വികാസങ്ങളായിരുന്നു. 2024-ലെ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിനായിരുന്നു ജയം. പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് 2ാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തി. 336 അംഗങ്ങളുള്ള സഭയിൽ 201 അംഗങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ജയം. റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 5ാം തവണയും വിജയിച്ച് വ്ളാഡിമിർ പുടിൻ അധികാരം നിലനിർത്തി. 87.97% വോട്ടുകൾ നേടിയാണ് പുടിന്റെ വിജയം. സ്റ്റാലിന് ശേഷം ഏറ്റവും അധികം കാലം റഷ്യയുടെ ഭരണത്തിലിരിക്കുന്ന നേതാവാണ് പുടിൻ. പുടിനെതിരെ നൂൺ എഗെയിൻസ്റ്റ് പുടിൻ എന്ന മുദ്രാവാക്യവുമായി വൻ ജനരോക്ഷമാണ് റഷ്യയിലുണ്ടായത്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവേൽനിയുടെ ദുരൂഹമരണവും പുടിനെ സംശയനിഴലിൽ നിർത്തി. വ്യക്തമായ പ്രതിപക്ഷമില്ലാതെ ഏകാധിപത്യത്തോട് ചേർന്നു തന്നെ പുടിൻ റഷ്യയെ ഭരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞുവെക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായി. വർണ്ണവിവേചനം അവസാനിച്ച് 30 വർഷത്തിനിടെ ആദ്യമായാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടമാകുന്നത്. ഡെമോക്രാറ്റിക് അലയൻസുമായി സഖ്യമുണ്ടാക്കി സിറിൽ റാമാഫോസ 2ാം തവണയും പ്രസിഡന്റായി. ജപ്പാനിലെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും അധികാരം നഷ്ടമായി. ഫുമിയോ കിഷിദ രാജിവെച്ചൊഴിഞ്ഞു. പകരം ഷിഗേരു ഇഷിബ പ്രധാനമന്ത്രിയായി. തായ്ലാന്റ് പ്രധാനമന്ത്രിയായി പയേ തുങ്താൻ ഷിനവത്രയെ തെരഞ്ഞെടുത്തു. ഫിയൂതായ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ പയേ തുങ്താന് പാർലമെന്റിൽ 319 വോട്ട് ലഭിച്ചു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്നുവെന്നും ആരോപിച്ച് സൗത്ത് കൊറിയയിൽ പ്രസിഡന്റ് യൂൺ സുക് യോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നാൽ വെറും 6 മണിക്കൂർ മാത്രമായിരുന്നു അതിനായുസ്. യൂൺ സുക് യോളിനെ പ്രതിപക്ഷം ഇംപീച്ച് ചെയ്തു. ദക്ഷിണ കൊറിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക്സുവിനെയും ദേശീയ അസംബ്ലി വോട്ട് ചെയ്ത് പുറത്താക്കി. അധികാരമാറ്റങ്ങളുടെ വർഷമായിരുന്നു 2024. വൻമരങ്ങൾ വാഴുകയും വീഴുകയും ചെയ്ത വർഷം. ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ തിരിച്ചുവരവ് അത്തരത്തിലൊന്നാണ്. 14 വർഷത്തിനു ശേഷമാണ് കൺസർവേറ്റീവ് പാർട്ടിയെ താഴെയിറക്കി ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത്. ഭരണകാലാവധി പൂർത്തിയാകും മുൻപാണ് ഇന്ത്യൻ വംശജനും പ്രധാനമന്ത്രിയുമായിരുന്ന ഋഷി സുനക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 90 സീറ്റുകളിൽ ഒതുങ്ങി ദയനീയ പരാജയമായിരുന്നു സുനകിന്റേതും കൺസർവേറ്റീവ് പാർട്ടിയുടേതും. 650-ൽ 370 സീറ്റുകൾ നേടിയാണ് ലേബർ പാർട്ടി വൻ തിരിച്ചുവരവ് നടത്തിയത്. കെയർ സ്റ്റാമർ പ്രധാനമന്ത്രിയായതോടെ ലോക ഇടതുപക്ഷം ആവേശത്തിലായിരുന്നു. ടോണി ബ്ലെയറിന് ശേഷമുണ്ടായ തിളക്കമുള്ള വിജയമായിരുന്നു കെയർ സ്റ്റാമറുടേത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ നേതാവും കൂടിയാണ് സ്റ്റാമർ. ശ്രീലങ്കയുടെ ചുവന്ന മണ്ണ്. 2 പതിറ്റാണ്ടോളം നീണ്ട രജപക്സെ ഭരണത്തിന് വിരാമമിട്ട മരതക ദ്വീപിനെ ചുവപ്പിച്ച അനുരകുമാര ദിസനായകെ. 2022-ൽ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ലങ്കൻ ജനത തെരഞ്ഞെടുത്തത് ഇടത് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച അനുരകുമാര ദിസനായകയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യ ഭരണത്തിന് അക്ഷരാർത്ഥത്തിൽ വിരാമമിട്ട അയൽപ്പക്ക രാജ്യത്തിന്റെ ഭരണമാറ്റം ചരിത്രത്തിൽ എഴുതപ്പെടുന്നത് തന്നെയാണ്.
ലങ്കൻ രാഷ്ട്രീയത്തിന്റെ ദുർബലമായ രാഷ്ട്രീയ ഭൂമികയിലേക്കാണ് ചുവപ്പിന്റെ ചെറുത്തുനിൽപ്പുമായി അനുരകുമാര ദിസനായക വിജയിച്ചു വന്നത്. കുടുംബവാഴ്ചയിൽ ആകെ ഉലഞ്ഞ ദ്വീപ് രാഷ്ട്രമാണ് ശ്രീലങ്ക. രജപക്സെ ഭരണകാലത്തെ ശ്രീലങ്കൻ ഭരണചരിത്രത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക ദുരന്തമെന്നാണ് ലോകം വിശേഷിപ്പിച്ചത്. 2009 30 വർഷമായി തുടർന്ന ആഭ്യന്തര യുദ്ധത്തിന് വിരാമമിട്ടാണ് മഹിന്ദ രജപക്സെ അധികാരത്തിലേറിയത്. എന്നാൽ 20 വർഷക്കാലം നീണ്ട ഭരണം അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും അസ്ഥിരതയുടെയുമായിരുന്നു. 2019 ഈസ്റ്റർ ബോംബ് ആക്രമണത്തിന് ശേഷം ഗോട്ടബായ രജപക്സെയുടെ കീഴിലായി ലങ്കയും. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയതന്ത്രത്തിൽ അടിമപ്പെട്ട ഭരണകാലമായിരുന്നു രജപക്സെ തുടർച്ച. 2022 അരകലയ പ്രക്ഷോഭത്തിൽ രജപക്സെ കുടുംബം ഭരണം കൈവിട്ടു. റെനിൽ വിക്രമസിൻഹെ അധികാരത്തിലെത്തി. 6 തവണ പ്രധാനമന്ത്രിയായ വിക്രമസിൻഹെ പരിഹരിക്കേണ്ടത് 70 ആണ്ടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെയായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ 5.7 മില്യൺ വോട്ട് നേടി ചരിത്രത്തിലാദ്യമായി 2ാം ഘട്ട വോട്ടെണ്ണലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീലങ്കയിൽ അധികാരത്തിലേറി. അനുരകുമാര ദിസനായക ലങ്കൻ രാഷ്ട്രീയത്തിന് പരിചിതനായിരുന്നു. നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയിലെ പെൺകരുത്തായ ഹരിണി അമരസൂര്യയെ പ്രധാനമന്ത്രിയാക്കി. 2 പതിറ്റാണ്ടിനു ശേഷമുള്ള ആദ്യ വനിതാ പ്രധാനമന്ത്രി. ലോകം നിറഞ്ഞ കയ്യടികളോടെയാണ് ശ്രീലങ്കയിലെ രാഷ്ട്രീയ മാറ്റത്തെ കണ്ടത്. യുഎസും ചൈനയും ഒരേ സമയം അധികാരമാറ്റത്തെ സ്വാഗതം ചെയ്തു. അയൽവക്ക മാധ്യമെന്ന ഇന്ത്യൻ വിദേശ നയത്തിനും കരുത്താണ് ദിസനായകയുടെ ഭരണകാലം. ഡിസംബറിൽ ഇന്ത്യയിലെത്തിയ ദിസനായകെ ആദ്യം പറഞ്ഞത് ലങ്കൻ മണ്ണിൽ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനം അംഗീകരിക്കില്ലെന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് ആധിപത്യം വർദ്ധിപ്പിക്കാനും ഈ ദ്വീപ് രാഷ്ട്രത്തെ കരുതിയേ തീരൂ. ചൈന കടക്കെണിയാൽ നങ്കൂരമിട്ട ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖം മുൻ സർക്കാരുകളുടെ ചൈന പ്രിയത്തെ അടിവരയിടുന്നതാണ്. അനുരകുമാര ദിസനായകയുടെ കമ്മ്യൂണിസ്റ്റ് ബന്ധവും ചൈനയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന ആശങ്ക ഇന്ത്യ തള്ളിയിട്ടുമില്ല. അദാനി ലങ്കയിൽ നടത്തിയ വിൻഡ് പവർ പദ്ധതിയോടും കടുത്ത എതിർപ്പാണ് ദിസനായകെ രേഖപ്പെടുത്തിയത്. ചൈനയുടെ കടക്കെണിയിൽ നിന്നും വിദേശ നയതന്ത്രത്തിൽ ഒരു സന്തുലിതമായ സമീപനമാകും ശ്രീലങ്കയ്ക്കിനിയെന്നത് വ്യക്തമാണ്. പ്രസിഡന്റായ ശേഷമുള്ള കന്നി പ്രസംഗത്തിൽ അനുരകുമാര ദിസനായകെ പറഞ്ഞത് ഞങ്ങൾ ലോകത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽപ്പെട്ട ലങ്കയായിരിക്കില്ല ദിസനായകയുടെ ലങ്കയെന്നത് യാഥാർത്ഥ്യം. ഭൂമിശാസ്ത്രപരമായുള്ള ലങ്കയുടെ കിടപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമഗ്രാധിപത്യത്തിന് അനിവാര്യമാണ്. പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഓടിയെത്തി ശ്രീലങ്കയുടെ കൈപിടിച്ച ചരിത്രമാണ് ഇന്ത്യക്ക്. ശ്രീലങ്കയുടെ രാഷ്ട്രീയക്കാറ്റ് ഇന്ത്യക്ക് എല്ലാ കാലവും നിർണായകവും. പ്രസിഡന്റായ ശേഷം അനുരകുമാര ദിസനായകെ ആദ്യമെത്തിയത് ഇന്ത്യയിലാണ്. അതും ഒരു പ്രതീക്ഷയാണ്. ലങ്കയുടെ ദിശമാറ്റം ഇന്ത്യക്കും നിർണായകമായ വർഷമാണ് കടന്നുപോകുന്നത്. 19 വധശ്രമങ്ങൾ അതിജീവിച്ച ഹസീനയുടേതായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ ഒരു രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീനയാണ് 2024 കണ്ടത്. അസ്ഥിരതയുടെ അയൽവക്കമായിരിക്കുകയാണ് ബംഗ്ലാദേശ്. രാഷ്ട്രീയ അഭയത്തിന്റെ പേരിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഏതുവിധത്തിൽ ചാഞ്ചാടുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഒപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ഇന്ത്യ ചെറുതായി കാണുന്നുമില്ല. ഷേഖ് ഹസീനയുടേതല്ലാതായ ബംഗ്ലാദേശിന്റെ കലാപകലുഷിതമായ 2024 അട്ടിമറികളായിരുന്നു ബംഗ്ലാദേശിന് 2024. ബംഗ്ലാദേശിനെ പട്ടാള ഭരണത്തിൽ നിന്നും രക്ഷിച്ച ഉരുക്കുവനിതയായ ഷെയ്ഖ് ഹസീന രാജ്യവും രാജധാനിയും ഉപേക്ഷിച്ച് പലായനം ചെയ്ത വർഷം. എല്ലാ കാലവും രക്ഷകരായ ഇന്ത്യ എന്ന അഭയത്തിലേക്ക്. അഞ്ചു തവണ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന സർക്കാർ വിരുദ്ധ സംവരണ പ്രക്ഷോഭം താങ്ങാനാകാതെ ഒരു കുഞ്ഞു ഹെലികോപ്റ്ററിൽ രാഷ്ട്രീയ അഭയം തേടി. അസ്ഥിരമായ ഒരു ബംഗ്ലാദേശിനെ പിന്നിലാക്കിക്കൊണ്ട്. ഷെയ്ഖ് ഹസീന ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി കൂടിയാണ്. ഗണഭവൻ എന്ന ഹസീനയുടെ വസതി കൊള്ളയടിക്കപ്പെട്ടു. വസ്ത്രങ്ങളടക്കം വികലമാക്കപ്പെട്ടു. ഒന്നും കയ്യിൽ കരുതാതെ 76 വയസ്സുകാരിയായ ഹസീന രാജ്യം വിട്ടു. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഭരിച്ച ഹസീനയ്ക്ക് വിദ്യാർത്ഥികൾ നയിച്ച ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ മറികടക്കാനായില്ല. മനുഷ്യത്വത്തിന്റെ മാതാവെന്നായിരുന്നു ഹസീന ബംഗ്ലാദേശിൽ അറിയപ്പെട്ടത്. എതിരാളികളാണെങ്കിൽ വിളിപ്പേരിട്ടത് ഏകാധിപതിയെന്നും. പേരെന്തായാലും ഹസീനയുടെ ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞു. ബംഗ്ലാദേശിലെ ഏകാധിപത്യ പട്ടാള ഭരണത്തിനെതിരെ ജനാധിപത്യം കൊണ്ട് മറുപടി കൊടുത്തായിരുന്നു ഹസീനയുടെ തുടക്കം.
അസ്ഥിരമായി നിന്നിരുന്ന ഒരു രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയുള്ള സുസ്ഥിരമായൊരു GDPയും സാമൂഹിക സൂചികകളിൽ പുരോഗതിയുമുള്ള ഒരു രാജ്യമായി ഉയർത്തിയെടുത്തതിൽ ഹസീന വഹിച്ച പങ്ക് വളരെ വലുതാണ്. 2007 സൈനിക ഭരണകൂടം അഴിമതി കുറ്റം ചുമത്തി ഹസീനയെ ജയിലിലടച്ചു. പിന്നാലെ 2008 നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിക്കുകയും പ്രധാനമന്ത്രി പദത്തിൽ തിരികെ എത്തുകയും ചെയ്തു. പിന്നീട് ഹസീനയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2014 2019 പ്രധാനമന്ത്രിയായി തുടർന്ന ഹസീന 17 കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിനെ അതിവേഗം വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. എന്നാൽ പിന്നീട് ഈ സ്ഥിതി മാറി. 2018 പ്രക്ഷോഭങ്ങളുടെ ബാക്കി പത്രമാണ് 2024 ഹസീനയെ താഴെയിറക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭം. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നേരത്തെ നൽകിയിരുന്ന 30% സംവരണം ബംഗ്ലാദേശ് സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ് പ്രക്ഷോഭങ്ങളുടെ തുടക്കം. 1971 ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാക്കിയ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെയാണ് രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയിരുന്നത്. 56% നിലവിൽ ബംഗ്ലാദേശിലെ സർക്കാർ ജോലിയിലെ സംവരണം. ഇത് വീണ്ടും ഉയർത്തിയതോടെ സർക്കാർ ജോലി ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയായി. ജൂലൈ 1 വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങി. അതായിരുന്നു തുടക്കം. പ്രക്ഷോഭകാരികളെ ഹസീന രാജ്യദ്രോഹികളെന്ന് വിളിച്ചു. ഏകാധിപതി എന്ന പേരിലേക്ക് അവർ സ്വയം ചാപ്പ കുത്തപ്പെട്ടു. ഹസീന ബംഗ്ലാദേശിൽ ഒറ്റപ്പെട്ടു. കലാപക്കൊടുങ്കാറ്റിൽ 200-ലേറെ മരണം, 6000-ലേറെ പേർക്കെതിരെ കേസ്, കർഫ്യൂ, ഇന്റർനെറ്റ് നിരോധനം. എന്നാൽ ഒരു പ്രതിരോധവും ഹസീനയ്ക്ക് താങ്ങായില്ല. പ്രക്ഷോഭത്തെ തുടർന്ന് സംവരണക്കോട്ട സുപ്രീം കോടതി പിൻവലിച്ചു. താൽക്കാലിക ശമനം മാത്രമായിരുന്നു അത്. തൊട്ടുപിന്നാലെ ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമായി. 45 മിനിറ്റിൽ രാജിവെക്കണമെന്ന സൈന്യത്തിന്റെ അന്ത്യശാസനയിൽ സഹോദരിക്കൊപ്പം ഹസീന രാജ്യം വിട്ടു, ഡൽഹിയുടെ സുരക്ഷയിലേക്ക്. വിദ്യാർത്ഥി പ്രക്ഷോഭകരുമായി ബംഗ്ലാദേശ് സൈനിക തലവൻ ചർച്ച നടത്തി. ഇടക്കാല സർക്കാർ നയിക്കേണ്ടത് ഡോക്ടർ മുഹമ്മദ് യൂനിസ് ആണെന്ന ഒറ്റ ഉത്തരത്തിലേക്കെത്തി. ഹസീന ജയിലിലടച്ച യൂനിസ് കലാപകലുഷിതമായ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തി. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന യൂനിസ് നോബൽ ജേതാവ് കൂടിയാണ്. പാവങ്ങളിൽ നിന്ന് രക്തം കുടിക്കുന്നവൻ എന്നായിരുന്നു യൂനിസിനെ ഹസീന വിശേഷിപ്പിച്ചിരുന്നത്. പ്രക്ഷോഭകർ എന്നിലർപ്പിച്ച വിശ്വാസത്തെ മാനിക്കുന്നു. എന്റെ രാജ്യത്തിനും എന്റെ ജനങ്ങൾക്കും ആവശ്യമായ ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇടക്കാല സർക്കാർ ഒരു തുടക്കമായിരിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ യൂനിസിന്റെ ആദ്യ പ്രതികരണം. ഹസീന ഇതിനോടകം കുറ്റവാളിയായി കഴിഞ്ഞു. കലാപത്തിൽ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം ചുമത്തിയ ഹസീനയെ ബംഗ്ലാദേശിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടാനാണ് യൂനിസിന്റെ നീക്കം. രാഷ്ട്രീയ അഭയം നൽകിയ ഇന്ത്യയെ പാടെ തള്ളാൻ യൂനിസിനും സാധിക്കില്ല. ഷെയ്ഖ് ഹസീനയുടെയും ബംഗ്ലാദേശിന്റെയും ഭാവി കാത്തിരുന്നു കാണേണ്ടതാണ്. ഒപ്പം ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രത്തിന്റെയും. ബംഗ്ലാദേശ് എന്ന അയൽപ്പക്കത്തെ സ്ഥിതിഗതികൾ ഇന്ത്യ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യയുമായി ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യമെന്നതിനൊപ്പം ഹസീനയുടെ രാഷ്ട്രീയ അഭയവും ഇന്ത്യക്ക് ആശങ്ക തന്നെയാണ്. ഹസീനയുടെ വസതി ഇനി മ്യൂസിയമാണ്. തീർച്ചയായും അത് നല്ല പേരിലല്ല അറിയപ്പെടുക, രക്തം ചിന്തിയ കലാപത്തിന്റെ പേരിൽ തന്നെയാണ്. ഏകാധിപതികൾക്ക് അവനി വാഴ്വ് കിനാവ് കഷ്ടമെന്നെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ വൻ വീഴ്ച ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാലിദ്വീപ്. നാളിന്നുവരെ ഇരു രാജ്യങ്ങളും പുലർത്തിയത് വളരെ അടുത്ത ബന്ധം. പതിറ്റാണ്ടുകളായുള്ള സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്തെ ബന്ധം മുഹമ്മദ് മുയ്സു പ്രസിഡന്റായതോടെ ഇല്ലാതായി. ഇന്ത്യ ഔട്ട് എന്ന ഇന്ത്യ വിരുദ്ധത അധികാരത്തിലെ ഏറിയ ഉടൻ മുയ്സു ആവർത്തിച്ചു. എന്നാൽ 2024 അവസാനിക്കുമ്പോൾ ഇന്ത്യ സന്ദർശനം നടത്തി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന മുയ്സുവിനെയാണ് ലോകം കണ്ടത്. ഇന്ത്യ വിരുദ്ധനും ചൈനാവാദിയും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെ അങ്ങനെ വിശേഷിപ്പിച്ച വാർത്തകളിലായിരുന്നു 2024 തുടക്കം. ഇന്ത്യ മാലിദ്വീപ് ബന്ധത്തിൽ വിള്ളലുകൾ കണ്ടായിരുന്നു 2024 തുടങ്ങിയത്. കടുത്ത ഭാഷയിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ മുഹമ്മദ് മുയ്സുവിൽ നിന്നും ഇന്ത്യ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തു മടങ്ങിയ മാലിദ്വീപ് പ്രസിഡന്റും ലോകത്തെ പോയ വർഷത്തെ കാഴ്ചയാണ്. ഇന്ത്യ വിരുദ്ധത വോട്ടാക്കിയാണ് മാലിദ്വീപിൽ മുയ്സു അധികാരത്തിലേറിയത്. ആപദ്ഘട്ടങ്ങളിൽ സഹായഹസ്തം നീട്ടിയ ഇന്ത്യയെ കരുതാതെ മാലിദ്വീപിന് മുന്നോട്ടു പോകാൻ ആകില്ലെന്നതിനാലാണ് മുയ്സു നേരിട്ടെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ച് മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങളാണ് വർഷത്തിന്റെ തുടക്കത്തിൽ വിവാദമുണ്ടാക്കിയത്. ചൈനയുടെ കടക്കണിയിൽപ്പെട്ടുലയുന്ന മാലിദ്വീപിന് ഇന്ത്യയുമായുള്ള പിണക്കം ഗുണകരമാകില്ലെന്ന നിലപാടാണ്
പിന്നീട് മുയ്സു നടത്തിയത്. അധികാരമാറ്റത്തിനു ശേഷം മുയ്സു ഇന്ത്യ സന്ദർശിച്ചതോടെ ഇന്ത്യ മാലിദ്വീപ് തർക്കത്തിന് താൽക്കാലികമായി വിരാമമായി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് പറയാതെ 2024 അധ്യായം അവസാനിപ്പിക്കാനാകില്ല. ഉഷ്ണതരംഗങ്ങളും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും വരൾച്ചയും വെള്ളപ്പൊക്കവും ലോകത്തെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. ലോകക്രമം തെറ്റിക്കുന്ന ഈ ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കരുതണമെന്ന മുന്നറിയിപ്പാണ് പുതുവർഷത്തിന് തരുന്നത്. ജപ്പാനിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കം 200-ലധികം പേരുടെ ജീവൻ കവർന്നുകൊണ്ടാണ് 2024 തുടക്കം. ഫ്ലോറിഡയിൽ നാശം വിതച്ച മിൽട്ടൺ ചുഴലിക്കാറ്റ് $60 ബില്യൺ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഒപ്പം 25 ജീവനും ചുഴലിക്കാറ്റെടുത്തു. യുഎസിലും ക്യൂബയിലും മെക്സിക്കോയിലും വീശിയ ഹെലൻ ചുഴലിക്കാറ്റിൽ 232 പേർ മരിച്ചു. $55 ബില്യൺ നാശനഷ്ടമാണ് ഉണ്ടായത്. വിയറ്റ്നാമിലെ യാഗി ടൈഫൂൺ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായിരുന്നു. ഫിലിപ്പീൻസിലും മ്യാൻമറിലും തായ്ലൻഡിലുമായി 800 പേർ മരിച്ചു. ബ്രസീലിൽ വെള്ളപ്പൊക്കത്തിൽ 180 പേർ മരിച്ചു. 5 ലക്ഷത്തിലധികം പേർക്ക് വീടില്ലാതായി. ഏറ്റവും കഠിനമായ വരൾച്ച അതിജീവിച്ചുകൂടിയാണ് 2024 അവസാനിക്കുന്നത്. കൊളംബിയയിലും പെറുവിലും അതിതീവ്രമായിരുന്നു വരൾച്ച. ഇന്ത്യ ചുട്ടുപൊള്ളിയ വർഷം. 274 ദിവസങ്ങളുടെ കണക്കിൽ 274 ഉഷ്ണതരംഗത്തിലായിരുന്നു. 2024 9 മാസത്തിൽ 3200 പേരാണ് അത്യുഷ്ണത്തിൽ മരിച്ചത്. ചിലിയിലെ കാട്ടുതീ കവർന്നത് 130 പേരെ. യമുന നദിയിലെ വിഷപ്പുകയും ആമസോൺ നദിയിലെ കുറയുന്ന ജലത്തിന്റെ തോതുമെല്ലാം 2025 കരുതൽ വേണമെന്ന് തന്നെയാണ് പറഞ്ഞുവെക്കുന്നത്. നല്ല വാർത്തകളൊന്നും ഇല്ലാതെയല്ല 2024 പടിയിറങ്ങുന്നത്. HIV-ക്കും ക്യാൻസറിനും പ്രതിരോധ വാക്സിൻ കണ്ടെത്തിയെന്നത് സത്യമായാൽ മഹാവ്യാധികളോട് പൊരുതി ജയിക്കുകയാണ് ലോകം. യുദ്ധമില്ലാത്ത, കുട്ടികൾക്ക് സന്തോഷമുള്ള ബാല്യമുണ്ടാകുന്ന ലോകം പുലരട്ടെ. നല്ല വാർത്തകൾ പിറക്കുന്ന പ്രത്യാശയുടെ പുതുവർഷമാകട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം.